നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് നമുക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ളത്. ഇത് വണ്ണിൽ എത്രമാത്രം കുറവാണോ നമ്മുടെ പവർ ഫാക്ടർ, അത്രമാത്രം നമ്മുടെ ബില്ലില് വലിയ വേരിയേഷൻ ഉണ്ടാവും. ഒരു 1000 വാട്ട്സ് ഉള്ള ഒരു ഉപകരണം നമ്മൾ 1 മണിക്കൂർ നേരം പ്രവർത്തിപ്പിച്ചാൽ അവിടെ 1 യൂണിറ്റ് ആണ് ആവേണ്ടത്. എന്നാൽ പവർ ഫാക്ടർ കുറവുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 1.2 അല്ലെങ്കിൽ 1.3 1.5 യൂണിറ്റുകൾ അവിടെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം പവർ ഫാക്ടറുകൾ കുറയുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ കറണ്ട് ബില്ല് കുറയില് മാത്രമല്ല നമുക്കുള്ളത്, നമ്മുടെ ഉപകരണങ്ങളുടെ എഫിഷ്യൻസിയും അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഞാൻ രൂപേഷ് പൊലാരി, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് നമുക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ളത്. ഇത് സാധാരണ വീടുകളെ സംബന്ധിച്ച് മാത്രമല്ല, പ്യൂരിഫയർ പ്ലാന്റുകൾ, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇവർക്കൊക്കെ വലിയ വേരിയേഷൻ ആണ് ഉണ്ടാക്കുന്നത്. വീടുകളിലൊക്കെ 100ന്റെയോ 1000ങ്ങളുടെയോ വ്യത്യാസമാണെങ്കിൽ ഇത്തരം പ്ലാന്റുകളിൽ 10000ങ്ങളുടെയോ ലക്ഷങ്ങളുടെ വ്യത്യാസം കൊണ്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക നമ്മൾ ഉപയോഗിച്ചതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ബില്ലുകളെ വേറെ പല കാര്യങ്ങളും നല്ല സ്വാധീനിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന ഘടകമാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്, PF എന്ന് പറയും. ഈ പവർ ഫാക്ടർ എപ്പോഴും 1 അല്ലെങ്കിൽ 0.9 ആണ് നമുക്ക് വേണ്ടത്. ഇത് 1ൽ എത്രമാത്രം കുറവാണോ നമ്മുടെ പവർ ഫാക്ടർ, അത്രമാത്രം നമ്മുടെ ബില്ലില് വലിയ വേരിയേഷൻ ഉണ്ടാവും. അത് ബില്ല് കൂടുന്നുണ്ട്. എത്രമാത്രം പവർ ഫാക്ടർ കുറവാണോ അത്രമാത്രം ബില്ല് നമുക്ക് കൂടി വരും. നമ്മുടെ പവർ ഫാക്ടർ എത്രയാണ് എന്നുള്ളത് നമ്മുടെ എനർജി മീറ്ററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ എനർജി മീറ്ററിൽ ഒരു ബ്ലാക്ക് ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിലെ കുറച്ച് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് PF എന്നൊരു വാല്യൂ കാണും. PF 1 അല്ലെങ്കിൽ 0.9 0.8 0.6 0.5 ഇങ്ങനെ കുറവായിരിക്കും കാണിക്കാം. അപ്പോൾ എത്രമാത്രം കുറവാണോ നമുക്കുള്ളത് അത്രമാത്രം നമുക്ക് അഡീഷണൽ ബില്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തതിന് നമുക്ക് ബില്ല് വരുന്നുണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ഒരു 1000 വാട്ട്സ് ഉള്ള ഒരു ഉപകരണം നമ്മൾ 1 മണിക്കൂർ നേരം പ്രവർത്തിപ്പിച്ചാൽ അവിടെ 1 യൂണിറ്റ് ആണ് ആവേണ്ടത്. എന്നാൽ പവർ ഫാക്ടർ കുറവുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 1.2 അല്ലെങ്കിൽ 1.3 1.5 യൂണിറ്റുകൾ അവിടെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അതായത് 1 യൂണിറ്റ് വരേണ്ട സ്ഥാനത്ത് 1.5 യൂണിറ്റ് അവിടെ ആയിട്ടുണ്ടാവും. എന്താണെങ്കിൽ ഈ പവർ ഫാക്ടർ കുറവാണെങ്കിൽ അത്രയും വേരിയേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്കൊരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 10 വർഷമോ കാണുമ്പോഴേക്കും ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞ വലിയൊരു വേരിയേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ അവരുടെ മന്ത്ലിയുള്ള ഈ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അപ്പൊ ഇത്തരം ലക്ഷങ്ങളുടെ ഒരു ചിലപ്പോൾ ഒരു 80,000 അല്ലെങ്കിൽ 70,000 ഒക്കെ ആയിരിക്കും ശരിക്കും അവരുടെ ആക്ച്വൽ ബില്ല് എന്ന് പറയുന്നത്. ബാക്കി ഈ പവർ ഫാക്ടർ കുറവായതുകൊണ്ടാണ് അവർക്ക് 1 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതൊരു വർഷമാകുമ്പോഴേക്കും അല്ലെങ്കിൽ 10 വർഷം ആകുമ്പോഴേക്കും അവർക്ക് കോടികളുടെ നഷ്ടമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരം പവർ ഫാക്ടറുകൾ കുറയുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഇൻഡക്ഷൻ മോട്ടറുകൾ, അതുപോലെ പഴയ ഫ്ലൂറസൻ ലൈറ്റുകൾ, ഇത്തരം ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ ഫാക്ടർ കുറയുന്നത്. അതുപോലെ ഈ പവർ ഫാക്ടർ കുറഞ്ഞ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ ലോഡ് അൺബാലൻസ് ആണെന്നും പവർ ഫാക്ടർ കുറയുന്നതിന് ഒരു കാരണമാണ്. അതുപോലെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ് ഈ അൺബാലൻസ് ആകുന്നുള്ളത്. അൺബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ 3 ഫേസിലും ലോഡ് ഈക്വൽ അല്ലാണ്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എങ്കിലും ഈക്വൽ അല്ലാണ്ട് വലിയ വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അൺബാലൻസ് എന്ന് പറയും. അപ്പൊ ഇത്തരം വലിയ വേരിയേഷൻ ഉണ്ടാകുന്നെങ്കിൽ ആ ലോഡിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ പവർ ഫാക്ടർ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്റർ ബാങ്കുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പവർ കപ്പാസിറ്റികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. വലിയ പ്ലാന്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പവർ ബാങ്കുകൾ, കപ്പാസിറ്റർ ബാങ്കുകൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഈ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ കറണ്ട് ബില്ല് കുറയില് മാത്രമല്ല നമുക്കുള്ളത്, നമ്മുടെ ഉപകരണങ്ങളുടെ എഫിഷ്യൻസിയും അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടറുകളുടെ എഫിഷ്യൻസി അത് കൂടും. ഈ പവർ ഫാക്ടർ എപ്പോഴാണ് യൂണിറ്റ് ആകുന്നത് ആ സമയത്ത് എഫിഷ്യൻസി വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ ആണ് കൂടുന്നത്. അതായത് എഫിഷ്യൻസി കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ലാഭവും കൂടും. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യത്തിൽ കുറയുകയും ചെയ്യും. അതായത് നമ്മൾ പവർ ഫാക്ടർ കൂട്ടുന്നതിനെ കൊണ്ട് ഒരു ഗുണം മാത്രമല്ല ഉള്ളത്, പല ഗുണങ്ങളും ഉണ്ടെന്ന് അർത്ഥം. നമ്മുടെ ലാഭം എന്നുള്ളത് വളരെ കൂടുതലാണ്. നമ്മൾ നഷ്ടം കുറയുകയും ലാഭം കൂടുകയും ചെയ്യുകയാണ്
ഈ പവർ ഫാക്ടർ നമ്മൾ യൂണിറ്റ് ആക്കുന്നതിനെ കൊണ്ട്, യൂണിറ്റ് എന്ന് വെച്ചാൽ ഒന്നാക്കുന്നതിനെ കൊണ്ട്, അല്ലെങ്കിൽ പരമാവധി കൂട്ടുന്നതിനെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ശ്രമിക്കുക. അത് നമ്മളിത് വാച്ച് ചെയ്യുക, എത്രയാണ് നമ്മുടെ പവർ ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം. എത്ര പവർ ഫാക്ടറുകൾ നോക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലോഡുകളും എല്ലാ ഉപകരണങ്ങളും ഓൺ ആക്കിയതിനു ശേഷം വേണം നമ്മൾ ഈ നമ്മുടെ പവർ ഫാക്ടർ ചെക്ക് ചെയ്യാനായിട്ട്. അന്നേരം കിട്ടുന്ന പവർ ഫാക്ടർ ആണ് നമ്മളുടെ ഈ ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇത്തരം ബില്ലിനെ സ്വാധീനിക്കുന്നത്. നമ്മൾ ആ സമയത്ത് കാണുന്ന പവർ ഫാക്ടർ ആണ്. എല്ലാ ലോഡുകളും ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന പവർ ഫാക്ടർ ആണ് നമ്മുടെ ബില്ലിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇത്തരം പവർ ഫാക്ടറുകൾ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, സാമ്പത്തിക നഷ്ടം കുറച്ച് ലാഭം കൂട്ടാൻ പറ്റും. രൂപേഷ് പരാതിൽ കോൺട്രാക്ടർ.